PSC കോഴ ആരോപണത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് PSC ഓഫീസിലേക്കാണ് യുവമോർച്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജു, അവിടെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാർച്ച് അക്രമാസക്തമാണോ? വിവരങ്ങൾ. ലക്ഷ്മി, ഇപ്പോൾ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചാണ് ഇപ്പോൾ അക്രമാസക്തമായിരിക്കുന്നത്. യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കാനുള്ള ശ്രമം തുടരുകയാണ് പ്രവർത്തകരുടേത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ PSC കോഴ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പ്രതിപക്ഷ സംഘടനകൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാർച്ച് അല്പം അക്രമാസക്തമായി. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി അടിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ഈ പ്രവർത്തകർ പ്രകോപിതമായിരിക്കുകയാണ്. വലിയ തരത്തിൽ പോലീസിന് നേരെ വാക്പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ട് ഉള്ള പ്രതിഷേധമാണ് കാണുന്നത്. യുവമോർച്ച പ്രവർത്തകർ അല്പസമയം മുമ്പാണ് മാർച്ചുമായി PSC ആസ്ഥാനത്തേക്ക് എത്തിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല സംഘടനകളൊപ്പം പല നേതാക്കളും ഈ കോഴ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ PSCയുടെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ കോഴ വിഷയം ആരോപിക്കപ്പെടുന്നത്. അതിനാൽ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചത് PSC ആസ്ഥാനത്തേക്ക്. അങ്ങനെയാണ് ഇപ്പോൾ ഈ മാർച്ച് അല്പം പോലീസിനോട് ഇപ്പോൾ പ്രവർത്തകർ ചൂടായി സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. ബാരിക്കേഡ് പിടിച്ചു വെക്കുന്ന പ്രവർത്തകരും പോലീസിനോട് വാക്തർക്കമേറ്റുന്ന പ്രവർത്തകരെയും കാണാം. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറിയിട്ടുള്ള പ്രവർത്തകനോട് ഈ ലാത്തി ഉപയോഗിച്ച് താഴെ ഇറങ്ങാൻ വേണ്ടി പറയുന്ന പോലീസിനെയും കാണാം. അങ്ങനെ ഇരു കൂട്ടരും ഇപ്പോൾ പോലീസുമായി വാക്തർക്കത്തിൽ ഏർപ്പെടുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡ് പിടിച്ചു കുലുക്കുവാനും ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയുമാണ് ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. ലക്ഷ്മി, PSC കോഴ വിവാദത്തിലാണ് ഇപ്പോൾ യുവമോർച്ച PSC ഓഫീസിലേക്ക്, തിരുവനന്തപുരത്തെ PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. അവിടെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പോലീസിനോട് ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. PSC നിയമനത്തിന് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി കോഴ വാങ്ങി എന്നതുമായി ബന്ധപ്പെട്ട പരാതിയാണ് ഇപ്പോൾ വലിയ തോതിൽ ഈ ഒരു പരാതി യുവജന സംഘടനകൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾക്കാണ് കേരളം സാക്ഷിയാകുന്നത്. ഇന്നിപ്പോൾ ഇതാ യുവമോർച്ച പ്രവർത്തകരാണ് PSC ഓഫീസിലേക്ക്, തിരുവനന്തപുരത്തെ PSC ഓഫീസിലേക്ക് തന്നെ നേരിട്ട് മാർച്ച് നടത്തുന്നത്. PSCയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് യുവജന സംഘടനകൾ അടക്കം ആരോപണമുയർത്തുന്നത്. പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നിരുന്നു, അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നിരുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കേരളം ഈ വിഷയത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. PSC ഓഫീസിന് മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നുണ്ട്. അഞ്ജു ചേരുന്നുണ്ട്. അഞ്ജു, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രവർത്തകർ കൂടുതൽ അക്രമാസക്തരാകുന്ന കാഴ്ചയാണോ കാണുന്നത് അവിടെ? അതെ ലക്ഷ്മി, പ്രവർത്തകർ വലിയ തരത്തിൽ അക്രമാസക്തമായിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ് പ്രവർത്തകർ എല്ലാവരും കൂടി. നിലവിൽ ഈ ബാരിക്കേഡ് പിടിച്ചു നിന്ന പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ 3ാം തവണയും ജലപീരങ്കി
പ്രയോഗിച്ചതിനെ തുടർന്ന് ജലപീരങ്കി പ്രയോഗിക്കുന്ന പോലീസ് വാഹനമായ വരുണിന് നേരെ ആക്രമണവുമായി പ്രവർത്തകർ എത്തി. ഉടൻ തന്നെ നേതാക്കൾ എത്തിയാണ് ഇവരെ പിന്തിരിപ്പിച്ചത്. ഉടൻ തന്നെ ഇപ്പോൾ ഈ പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. ഈ റോഡ് ഉപരോധിക്കാനായി പ്രവർത്തകരൊക്കെ റോഡിൽ വട്ടം കൂടി ഇരുന്നിട്ടുണ്ട്. വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. എന്തായാലും PSC കോടതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം ശക്തമാക്കാൻ തീരുമാനിക്കുന്നത്. ആ സമരമാണ് ഇപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം കാണുന്നത്. നേരത്തെ ഈ ബാരിക്കേഡ് തൂങ്ങി നിൽക്കുന്ന പ്രവർത്തകർ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് വെല്ലുവിളിച്ച് നിൽക്കുന്നത് കണ്ടതായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മൂന്നാമതും ജലപീരങ്കി പ്രയോഗിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് വാഹനമായ വരുണിന് നേരെ പ്രവർത്തകർ തിരിയുന്നത്. അതിൽ നിന്ന് നേതാക്കൾ പിന്തിരിപ്പിച്ചെങ്കിലും ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ കാണുന്നത്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം പ്രതിഷേധമാണ് ഇപ്പോൾ ഇതിന് PSC ആസ്ഥാനത്തിന് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. PSC കോഴ വിവാദത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ PSC ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. പ്രവർത്തകർക്ക് നേരെ പലതവണ പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു.